കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. മത്സരിക്കുന്ന 38 സീറ്റുകളിൽ 14ഇടത്തേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കോർപ്പറേഷന്റെ ചുമതലയുള്ള മുൻ മന്ത്രി VS ശിവകുമാറാകും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ലിജോ, തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, തിരുവനന്തപുരത്തൊക്കെ പട്ടികയായിട്ടുണ്ട്. കൊല്ലത്തെ സ്ഥിതി എങ്ങനെയാണ്? അമൃത, തിരുവനന്തപുരം കോർപ്പറേഷന് പിന്നാലെ കൊല്ലം കോർപ്പറേഷനിലും ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യത്തിൽ കടന്നിരിക്കുകയാണ് കോൺഗ്രസ്. അതായത് ആകെ മത്സരിക്കുന്ന 38 സീറ്റുകളിൽ 14 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ, അല്ലെങ്കിൽ ഒരുപക്ഷെ 15 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ജില്ലയുടെ ചുമതലയുള്ള മുൻ മന്ത്രി VS ശിവകുമാരനാണ് ജില്ലയുടെ കോർപ്പറേഷന്റെ ചുമതലയുള്ളത്. അദ്ദേഹം നേരിട്ടെത്തിയായിരിക്കും ഈ പ്രഖ്യാപനം നടത്തുക. അതിൽ തന്നെ 14 സീറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലെ കൗൺസിലർമാർ, നിലവിൽ 6 കൗൺസിലർമാരാണ് കോൺഗ്രസിനുള്ളത്. അതിൽ ഒരാൾക്ക് മാത്രമാണ് വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുണ്ടക്കലിൽ നിന്നുള്ള നിലവിൽ പ്രതിനിധാനം ചെയ്യുന്ന കുരുവിള ജോസഫിന് മാത്രം വീണ്ടും ഒരു മത്സരിക്കാൻ അവസരം നൽകുന്നു. മറ്റുള്ളവരെയൊക്കെ മാറ്റി നിർത്താൻ തന്നെയാണ് ഒരു സാധ്യതയുള്ളത്. കഴിഞ്ഞ തവണ ഏറ്റവും അധികം കോൺഗ്രസിനെ ബുദ്ധിമുട്ടിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വിമത ശല്യമായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വിമതർ വരുന്നു, UDF സ്ഥാനാർത്ഥികൾക്ക് വിമതർ വരുന്നു. അങ്ങനെ ജയിക്കാമായിരുന്ന പല സ്ഥലങ്ങളിലും പരാജയം നുകരേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പരമാവധി ആളുകളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയായിരിക്കും പുറത്തു വരിക. അപ്പോൾ തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് മുണ്ടക്കൽ വാർഡ് വനിതാ സംവരണ വാർഡായതോടുകൂടെ SN കോളേജിലെ KSU യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജയലക്ഷ്മി അവിടേക്ക് പരിഗണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മുതിർന്ന 2 വനിതാ നേതാക്കൾ, അവിടെ മഹിളാ കോൺഗ്രസ് നേതാക്കളൊക്കെ അവിടെ എത്തിയത് കാരണമാണ് അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാനുള്ള ഒരു സാധ്യത. അങ്ങനെ മറ്റ് ജില്ലയിടത്ത് കൂടെ ഇത്തരത്തിൽ വൈകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആകെയുള്ള 56 സീറ്റുകളിൽ 38ഇടത്ത് കോൺഗ്രസും 10ഇടത്ത് RSPയും 3ഇടത്ത് മുസ്ലിം ലീഗുമാണ് മത്സരിക്കുന്നത്. നിലവിൽ UDFന് ആകെയുള്ളത് 10 സീറ്റുകളാണ്. 26 സീറ്റുകൾ നേടിയാൽ മാത്രമേ ഭരണം വരുള്ളൂ. എന്തായാലും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക പ്രധാന ഒരു പ്രതിപക്ഷമായി ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ കവിഞ്ഞെന്തെങ്കിലും നടക്കണമെങ്കിൽ കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് വലിയ അത്ഭുതങ്ങൾ കൂടി നടക്കേണ്ടിയിരിക്കുന്നു. അമൃത. ശരി ലിജോ.